കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ വീണ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. എംഎൽഎ വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുവിലേക്ക് മാറ്റി. അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, നട്ടെല്ലിൽ ചെറിയ പരിക്കുകളേ ഉള്ളൂ, സെർവൈക്കൽ സ്പൈനിൽ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്, പിന്നെ ലങ്സിനകത്ത് ആണ് നമുക്ക് ചെറിയ റിഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ ആ റിഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹീമോതൊറാക്സ് എന്ന് പറയും, രക്തം കുറച്ച് ലങ്സിലുണ്ട്. അതർവൈസ് പേഷ്യൻ്റ് സ്റ്റേബിളാണ്. നല്ലൊരു ലാസറേറ്റ്, നല്ലൊരു വൂണ്ട് തലയോട്ടിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. MLA എക്കോസ്പ്രിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്ലീഡിങ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്ലഡ് ലോസ് ഉണ്ട്. അതർവൈസ് പേഷ്യൻ്റ് സ്റ്റേബിളാണ്. ഇപ്പോൾ നമ്മളതൊക്കെ സ്യൂച്ചർ ചെയ്ത് OT തന്നെ കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സ്യൂച്ചർ ചെയ്തു, പേഷ്യൻ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, കോട്ടയം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എത്തും. അത് ഓൺ ദ വേ. ഓക്കെ, അതാ ഇപ്പോൾ എത്തും. ഇതാ എത്തി, ഇതാ കോട്ടയം മെഡിക്കൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15 അടി മുകളിൽ നിന്നാണ് MLA മുഖമിടിച്ചു വീണത്. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത്. സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതീവ ഗുരുതര സാഹചര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്ന് ഹൈബീഡൻ MP പറഞ്ഞു. അതെ, മെഡിക്കൽ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കിയല്ലോ, ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും, അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. കോട്ടയത്തു നിന്നൊരു ടീം ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു. കോട്ടയത്തു നിന്നൊരു വിദഗ്ധ സംഘം, മൾട്ടി ഡിസിപ്ലിനറി ഉള്ളൊരു വിദഗ്ധ സംഘം കൂടി വരുന്നു. പ്രധാനമായും ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സയാണ് നൽകുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് ഗവൺമെൻറ് തന്നെ ഒരു ടീമിനെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ്. സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം, ബാക്കിയുള്ള ഒരു BP മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ്. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ്. ഇഷ്യൂ ഉള്ളത് നമ്മുടെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ്, വീഴ്ചയിൽ പറ്റിയതാണ്. കുറേ മൾട്ടിപ്പിളായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്കങ്ങനെ ഇപ്പം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല. അലി അക്ബർ ഷായുണ്ട് വിശദാംശങ്ങളുമായി. അലി, വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വെന്റിലേറ്ററിൽ നിന്നും ICUയിലേക്ക് മാറ്റി എന്നത് വളരെ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ആര്യ, ഇപ്പോഴാണ് ഒരു 2 മിനിറ്റ് മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആശുപത്രിയിലേക്ക് എത്തിയത്. അവരിപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വിദഗ്ധ സംഘം ഇപ്പോൾ റെനെ മെഡ്സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അവരുടെ കൂടി പരിചരണത്തിലായിരിക്കും MLA ഉമാ തോമസ് ഉള്ളത്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ്. ICUയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉമാ തോമസ് MLAയെ. ഡോക്ടർ അല്പസമയം മുമ്പ്, അതായത് ഇന്റേണൽ മെഡിസിൻ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വലിയ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ അപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, കൃത്യമായി അത് തന്നെയാണ്. 24 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഇനി ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രതികരണം ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് റിബ്സിലേറ്റ പരിക്ക്, അതിൽ റിബ്സ് 1, 2, 3 ഇതിലെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ റിബ്സ് 1-ന് ഇത്രയും ഗുരുതര പരിക്കേൽക്കുന്നത് വീഴ്ചയുടെ ആഘാതം കാണിക്കുന്നതാണ് എന്നാണ് ഈ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ആശങ്കയുള്ള പരിക്കുകൾ, അത് 2 പരിക്കുകളാണ്. ഒന്ന് ബ്രെയിനിലേറ്റിരിക്കുന്ന പരിക്ക്, 2 ഈ കരളിനേറ്റിരിക്കുന്ന പരിക്കാണ്. ഈ 2 പരിക്കുകൾക്കാണ് ഈ ഇത്തരത്തിലൊരു ഗുരുതരാവസ്ഥയുണ്ട് അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വീഴ്ചയുടെ ഈ ആഘാതത്തിലുണ്ടായ ചതവാണ് ഇത്തരത്തിലൊരു മുറിവിലേക്ക് നയിച്ചത്. അത് ആന്തരികമായ രക്തസ്രാവത്തിലേക്ക് നയിച്ചു, രക്തം ക്ലോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നും ഡോക്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുഖത്തും അതുപോലെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ എല്ലുകൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. പക്ഷേ
ഇതിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ 2 പരിക്കുകൾക്കാണ് ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പലരും ആശുപത്രിയിൽ എത്തിയിരുന്നു, ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതുപോലെ തന്നെ വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നു, കൃത്യമായ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ 2 മിനിറ്റ് മുൻപാണ് ഈ പറഞ്ഞതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം 11 മണിയോടുകൂടി ആശുപത്രിയിലേക്ക് എത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ പ്രതികരിച്ചപ്പോൾ ഈ പരിപാടിയുടെ വീഴ്ച, സംഘാടനത്തിലെ വീഴ്ചയാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊരു പരിശോധന ഉണ്ടാകും. അത് ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരിശോധന ഉണ്ടാകും. ആ പരിശോധനയിൽ എന്തെങ്കിലും നിലയിലുള്ള വീഴ്ച കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും ഒരു വലിയ തടിച്ചുകൂട്ടം തന്നെ റെനെ മെഡ്സിറ്റി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ലഭിക്കുകയുള്ളൂ. ഇപ്പോഴും ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വ്യക്തമാക്കുന്നു. നിലവിൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെയും അതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിലായിരിക്കും, ചികിത്സയിലായിരിക്കും ഇനി ഉമാ തോമസ് MLA ഉണ്ടാവുക. 24 മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് രാവിലെയോടുകൂടി ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. അത് തന്നെയാണ് നേതാക്കൾ എല്ലാവരും പങ്കുവെക്കുന്നതും. ആര്യ.